ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പൊതുവേ സ്ത്രീകൾ വരുന്ന ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറയാം, ഓ ഇത് ഒന്ന് പ്രസവിച്ചതിൻ്റെതാണ് എന്നൊക്കെ ഇങ്ങനെ പൊതുവേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും ഒരു വലിയൊരു തടിയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ്സ് എന്തൊക്കെയാണ്, എക്സസൈസ് എന്തൊക്കെയാണ്? ഡെലിവറിക്ക് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഒരു 3 വീക്സിനുള്ളിലൊക്കെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ നമുക്ക് സി സെഷൻ ആണെങ്കിൽ വിത്തിൻ 3 months ആണ്. അപ്പൊ നമുക്ക് അതുവരെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന വർക്ക്ഔട്ട്സ് എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്ഔട്ടാണ്. അപ്പോൾ അധികം സെയിം ഇതുപോലെ ജമ്പിങ് അധികം ഇല്ലാത്ത വർക്ക്ഔട്ട്സ്, പിന്നെ കുറച്ചുകൂടെ വെയിറ്റ് ട്രെയിനിങ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യില്ല. ആദ്യത്തെ ഒരു ചെറിയ ടൈം നമ്മൾ അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് കുറച്ച് ഇങ്ങനെ ഹെവി വെയിറ്റ് അല്ലാതെ ലൈറ്റ് വെയിറ്റ് മാത്രം കൊണ്ടുപോകും. ഫ്ലോർ വർക്ക്ഔട്ട്സ് പിന്നെ ഇതുപോലെ കോർ സ്ട്രെങ്തനിങ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അത് സെറ്റ് ആയി കൊണ്ടുപോകും. ശരിക്കും ഇതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെന്റലി കുറേ പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. ഇപ്പം ഞാനൊരു ട്രെയിനറാണ്, അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ അവർക്ക് എൻ്റെ മാക്സിമം സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. എന്തൊക്കെയാണ് ഇത് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്താലുള്ള മനസ്സിലായി. ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെ ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പുഷ് ചെയ്തിട്ട് കെയർ ചെയ്ത്. നമ്മളൊരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിപ്രസ്ഡ് മോഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ വർക്കൗട്ടിന് ശേഷം അവരതൊരു ഹാപ്പി മോഡിലേക്ക് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. അവർ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട് എക്സ്പീരിയൻസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.